നിനക്കൊരു ശുശ്രൂഷ കിട്ടണമേ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവർ പോലും ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നിനക്ക് ശുശ്രൂഷകൾ അവൻ തരും. എന്റെ ദൈവം കാണിച്ച് കൊതിപ്പിക്കുന്നവനല്ല. Because my God doesn't show you and tempt you. നിനക്ക് തന്ന് മടുപ്പിക്കുന്നവൻ. He is a God who gives you and gives you and gives you and you get fed up of what you have received. Anointing എന്ന് പറയുന്നത് മനുഷ്യരാൽ വന്നതല്ല, അവനിൽ നിന്നും പ്രാപിച്ചതാണ്. Anointing doesn't come from any man, it comes from him. 100 പേരുള്ള ഒരു ചർച്ചിലെ ഏറ്റവും ലീസ്റ്റ് ആയിരുന്നു ഞാൻ. I was the least among 100 people in a church. പ്രസംഗിക്കാൻ അറിയാത്തവൻ, I didn't know how to preach, പ്രാർത്ഥിക്കാൻ I അറിയാത്തവൻ, didn't know how to pray, ബൈബിൾ വായിക്കാൻ I didn't അറിയാത്തവൻ. know how to read the Bible. ആമേൻ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം മൊത്തം പൊട്ടിപ്പോയത്. After my 10th standard I failed in my studies. പക്ഷെ ഞാനൊരു ശബ്ദം കേട്ടു. But I heard a voice. Anointing, അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കും. The anointing will decide matters in your life. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ പരിമിതമായ അറിവുകളെ നമ്മൾക്കിടയിലുള്ളൂ. We have only very limited understanding of the Holy Spirit in our midst. ഒത്തിരി പേർക്ക് ഇതൊന്നും അറിയത്തില്ല. And many people don't know anything at all. കാര്യം ഇതിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സഭകളില്ല. Because there are very few churches that teach about these things. പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. And there are no teachers to teach on these things. എല്ലാവർക്കും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയാം. Many people know a little bit here and there. അവിടുന്നും ഇവിടുന്നും കേട്ടതെല്ലാം കൂടെ വെച്ചവർ അനോയിന്റിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കും. And from what they have heard from here and there, they misunderstand something to be anointing. എനിക്കറിയത്തില്ല, നമ്മുടെ തലമുറയിൽ ഏറ്റവും അധികം അബ്യൂസ് ചെയ്യപ്പെട്ട വേർഡുകളിലൊന്നാണ് അനോയിന്റിംഗ്, ഇംപാർട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. I think the words anointing and impartation are words which have been greatly abused in our generation. അതിൽ അബ്യൂസ് ചെയ്യപ്പെടാത്ത അനോയിന്റിംഗിന്റെ ശക്തിയുള്ള ഒരു ജനറേഷൻ എഴുന്നേൽക്കും കേട്ടോ. But a generation will arise that doesn't abuse the original meaning of the word anointing. എത്ര പേരുടെ കൂടെ ചേർന്ന് ഇന്ന് രാത്രി How many പ്രാർത്ഥിക്കാനുണ്ട്? of you are ready to pray with me tonight? ആർക്കും ഒന്നും അറിയത്തുമില്ല. They don't even know what it is. എന്നെ സംബന്ധിച്ച് എനിക്കിതല്ലാതെ വേറെ ഒന്നും അറിയത്തുമില്ല. And I don't know anything apart from this. ഞാൻ എന്റെ ആത്മീയ ശുശ്രൂഷയിൽ 2 കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. There are only 2 things I've tried to study in my ministry. ഒന്ന് പരിശുദ്ധാത്മാവ്, One is the Holy Spirit. 2 ഇൻ ക്രൈസ്റ്റ്. Second is in Christ. ഇത് രണ്ടും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. These are 2 themes I have tried to study. കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. And what the Holy Spirit has given me some understanding about. അനോയിന്റിംഗും ഇംപാർട്ടേഷനും മാന്റിലും അർത്ഥമറിയാതെ നമ്മൾക്കിടയിലെ ആളുകൾ സംസാരിക്കുന്നു. Many people use these words anointing, impartation, mantle without knowing the meaning. ഇത് മൂന്നും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. Actually there is great difference between these 3 words. പ്രത്യേകിച്ച് നമ്മൾ ഇംപാർട്ടേഷൻ സർവീസ് എന്ന വാക്കുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മീറ്റിംഗിന് എല്ലാം ആളുകൾ ഇംപാർട്ടേഷന് വേണ്ടിയാണ് വരുന്നത്. And especially when we began to conduct impartation service, people began to come just for receiving an impartation. അപ്പോൾ കുറച്ചുകൂടി അതിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. And so the Holy Spirit told me you must take this very seriously. കാര്യം ഇത് ഒരു തലമുറയെ മിസ്ലീഡ് ചെയ്യുന്ന മൂവ്മെന്റ് ആയി മാറരുത്. Because this should not become a movement that misleads the generations. Amen. നിങ്ങൾ ആരും ധൃതി കാണിക്കരുത് പുതിയ തലമുറയിലെ ശുശ്രൂഷകന്മാർ. None of you new generation ministers should be hasty. ആരും തിരക്ക് കൂട്ടരുത്. No one should get hasty. 24 വർഷമായി ഞാൻ മിനിസ്ട്രിയിൽ. I am in the ministry for the last 24 years. Amen. Amen. എന്റെ 20ാമത്തെ വയസ്സിലും എന്റെ 30ാമത്തെ വയസ്സിലും ഒന്നും ഞാൻ എങ്ങും എത്തിയില്ല. In my 20th year, in my 30th year, I never reached anywhere. എങ്ങും എത്തിയില്ല. I never reached anywhere. ധൃതി കാണിക്കരുത്. Don't be hasty. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. God will use you. തിടുക്കപ്പെടരുത്. But don't be hasty about it. ചെറുതിൽ വിശ്വസ്തനായിരിക്കുക. You must be faithful in little things. നിനക്ക് എല്ലാത്തിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നീ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചവർ പോലും അസൂയപ്പെടുന്ന പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. As I always say, you will be used in such a way that even the people who prayed for you will feel jealous. അയ്യോ, നിങ്ങൾ വിശ്വസിച്ചില്ല. You didn't believe what I said. നിനക്കൊരു ശുശ്രൂഷ കിട്ടണമേ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവർ പോലും ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നിനക്ക് ശുശ്രൂഷകൾ അവൻ തരും. Even the people who laid hands upon you for a ministry and prayed that you may receive a ministry, when they see the ministry that is manifesting through you, they will say you shouldn't have had received so much from the Lord. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ബോസിനെ അനുഗ്രഹിക്കണേ. But today I pray, Lord bless Boaz. ആമേൻ. ബോസിനെ അനുഗ്രഹിക്കണേ. Lord bless Boaz. ബോസിന് ഒരു കാർ കൊടുക്കണേ. Give him a car. എന്റെ മനസ്സിൽ ഒരു ആൾട്ടോ ഒക്കെ ഉള്ളു കേട്ടോ. See, in my mind when I pray for a car, I'm thinking about alto.
കൂടിപ്പോയ ഒരു ഡിസയർ. And maximum you get a swift അതൊന്നും desire. പ്രാർത്ഥിക്കുന്ന എന്റെ മനസ്സിൽ അതിനപ്പുറം ഇല്ല. But beyond that I can't pray for you. പക്ഷെ ദൈവം നിനക്ക് തരുന്നത് കാണുമ്പോൾ But when God gives you something, ഞാൻ തന്നെ പറയും ഇത്രയൊന്നും വേണ്ട. I myself will say, oh, this much was not needed. എന്റെ ദൈവം കാണിച്ച് കൊതിപ്പിക്കുന്നവനല്ല. Because my God doesn't show you and tempt you. നിനക്ക് തന്ന് മടുപ്പിക്കുന്നവൻ. He is a God who gives you and gives you and gives you, and you get fed up of what you have received. നീ ശുശ്രൂഷകൾ ചെയ്ത് മടുക്കും. You will do ministry and get നീ fed up. യാത്രകൾ ചെയ്ത് You മടുക്കും. will travel and get നീ fed up. മടുക്കാത്തതൊന്നേ കാണത്തുള്ളൂ. There's one thing that you won't get fed അതവന്റെ up of. സാന്നിധ്യം That is മാത്രമായിരിക്കും. His presence. അവന്റെ സാന്നിധ്യം That is മാത്രമായിരിക്കും. His presence. ഭക്ഷണം കഴിക്കും മടുക്കും. You will eat and get fed up. ആർക്ക് വേണം ഭക്ഷണം? Who wants food? ആമേൻ. ധൃതി കാണിക്കരുത്. Don't be hasty. ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. God has placed you with such people. പരിശുദ്ധാത്മാവ് ഒരു സമയമാകുമ്പോൾ നിങ്ങളെ തുറക്കും. When it's time for you, the Holy Spirit will open നിങ്ങളുടെ the അകത്ത് door. റിവറുകളെ ദൈവം തുറന്നു വിടും. He will open the rivers for you. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Say hallelujah. അനോയിന്റിംഗ് എന്താണ്? What is anointing? എന്താണ് ഹോളി സ്പിരിറ്റ്? What is the Holy Spirit? അനോയിന്റിംഗ് എന്ന് പറയുന്നത് നിന്റെ അകത്ത് ചലിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് അഭിഷേകം എന്ന് പറയുന്നത്. Anointing refers to the Holy Spirit, the third person of the Trinity who is operating within you. അത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയാണ്. That is the supernatural ability God has given you. അതിന്റെ പുറകിൽ സ്പെഷ്യൽ ടാസ്കുകളുണ്ട്. Behind that, there are special tasks that God has assigned you. അത് ഒരു മനുഷ്യനിൽ നിന്നല്ല നീ പ്രാപിച്ചത്. You don't receive it from any man. ബോസിനെ അഭിഷേകം ചെയ്തത് ഞാനാണെന്ന് പറയാൻ പറ്റത്തില്ല. It is impossible for me to say that I anointed Boaz. എനിക്ക് റിൻസി പാസ്റ്റർ അഭിഷേകം ചെയ്യാൻ പറ്റത്തില്ല. It is impossible for me to anoint Rinsi Pastor. എനിക്ക് ആമേൻ ഡാനി അഭിഷേകം ചെയ്യാൻ പറ്റത്തില്ല. It's impossible for me to anoint Danny. കാര്യം എന്റെ അഭിഷേകമല്ല അവന്റെ മേൽ കിടക്കുന്നത്. Because my anointing is not what is lying on him. അവനാൽ പ്രാപിച്ച അഭിഷേകമാണ് നിങ്ങളുടെ മേൽ കിടക്കുന്നത്. The anointing that you have received from him. നിങ്ങളുടെ അഭിഷേകം ഒരു മനുഷ്യനും തന്നതല്ല. The anointing you have received is not given to you by any man. ചേർന്നൊരു ഹല്ലേലൂയ Say പറയാമോ? hallelujah. ഒരു മനുഷ്യനും അഭിഷേകം തരാൻ പറ്റത്തില്ല. It is impossible for any man to give you the anointing. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. Look carefully at Paul's words. അവനാൽ പ്രാപിച്ച അഭിഷേകം The anointing that we received from him. പലരാൽ പ്രാപിച്ച ദൈവകൃപ. The grace that we have received from many. Hallelujah. Hallelujah. Are you with me, church? Are you with me? പലരാൽ പ്രാപിച്ച അഭിഷേകമല്ല. It's not the anointing that you receive from many. അവനാൽ പ്രാപിച്ച The അഭിഷേകം anointing that you received from him. പലരാൽ പ്രാപിച്ച ദൈവകൃപ. But the grace of God you have received from many. നിങ്ങളുടെ എല്ലാവരുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം തുല്യമാണ്. The anointing that is operating in all of you is equal. റൈസൻ തോമസിന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയവും റെൻസി പാസ്റ്ററിന് പരിശുദ്ധാത്മാവിന്റെ നഖവും അല്ല കൊടുത്തത്. Raisin Pastor didn't get the Holy Spirit's heart, and Rinsi Pastor didn't get the Holy Spirit's nail. നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് കംപ്ലീറ്റ് ആണ്. The Holy Spirit inside you is complete. ഇതേ പരിശുദ്ധാത്മാവാണ് റെയ്നാഡ് ബോങ്കയുടെ മേൽ It's the ഇരുന്നത്. same Holy Spirit who is in Reinhard Bonnke. ഇതേ പരിശുദ്ധാത്മാവാണ് ബില്ലി ഗ്രഹാമിന്റെ It is the അകത്തിരുന്നത്. same Holy Spirit who is in Billy Graham. ഇതേ പരിശുദ്ധാത്മാവാണ് പൗലോസിന്റെ മേൽ It is ഇരുന്നത്. the same Holy Spirit who was in Paul. അതേ പരിശുദ്ധാത്മാവാണ് നിന്റെ മേലിരിക്കുന്നത്. It is the same Holy Spirit who is in you. ഹല്ലേലൂയ. Hallelujah. എനിക്ക് വലിയ അഭിഷേകം, നിങ്ങൾക്ക് കൊച്ചഭിഷേകമില്ല. I didn't get a great anointing and you didn't get a small anointing. എന്തോ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പ്രസംഗിക്കണമെന്നൊരു ആഗ്രഹം. I have a desire to preach with greater clarity. ആമേൻ. Amen. കാര്യം കൺഫ്യൂസ്ഡ് ആകരുത്. Because you should not get confused. ഈ മൂവ്മെന്റ് ഒത്തിരി പേരെ വല്ലാതെ ദേഷ്യത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. This movement has made many people terribly angry. ആന്നേ. ചില ആളുകൾ ഇത് മടുത്തിട്ടുണ്ട്. Some people got fed up. ആമേൻ. നീ മടുക്കാൻ പോന്നേ ഉള്ളൂ. You're just beginning to get fed up. നീ വെറുക്കാൻ പോന്നേ ഉള്ളൂ. You're just beginning to hate കാര്യം it. ഇത് ഫോർടേസ്റ്റ് അല്ലേ. Because all this is just a foretaste. വലുത് വരാൻ വേണ്ടി നമ്മൾ We കാത്തിരിക്കുകയല്ലേ. are waiting for the big one. എന്റെ കൂടെ എത്ര പേരുണ്ട്? How many of you are with me? വലുത് വരാൻ എത്ര പേർ ഹാമിരിക്കുന്നുണ്ട്? The big one is just coming. അനോയിന്റിങ്ങും
ഇംപാർട്ടേഷനും മാൻഡിൽസും എല്ലാം തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് എന്താണ് നമ്മുടെ മേൽ കിടക്കുന്നതെന്നോ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നോ നമുക്കറിയത്തില്ല. So because we are not able to distinguish between the anointing, the impartation and the mantle, we don't know what is inside us and we don't know how to operate in it. എത്രനാൾ ഞങ്ങളുടെ മേൽ കൈവച്ച് ഞങ്ങൾക്കൊന്നും നടന്നില്ലല്ലോ. Some people say, how many times they've laid hands on me, nothing has happened. ഇവിടെ നടക്കണമെങ്കിൽ നിനക്ക് വല്ലതും അറിയാമോ ഇതിനെ കുറിച്ച്? See, for something to happen within you, do you know anything about this? Amen. Amen. Hallelujah. Hallelujah. ഈ അഭിഷേകം ഒന്നും ഇംപാർട്ടേഷൻ എന്നൊക്കെ പറയുന്ന വാക്ക് ഈ പുതിയ തലമുറയെ ഇക്ലിയാക്കാൻ വേണ്ടി സ്വർഗം പറയുന്ന വാക്കല്ല. Heaven didn't give you these words, anointing, impartation, to tickle the new generation. പ്രത്യൂഷിന്റെ മേൽ അഭിഷേകമുണ്ട്. Pratyush has the anointing. പ്രത്യൂഷിന്റെ സന്തോഷം. Oh, Pratyush is happy. നിന്നെ ഇക്ലിയാക്കാൻ പറഞ്ഞ വാക്കല്ല. This is not a word to make tickle you. അത് അസാധാരണമായ കമ്മീഷനിങ് ആണ്. It is an extraordinary commissioning. അറിവില്ലായ്മകൾ കൊണ്ടാണ് നമ്മൾ പകർന്നിരിക്കുന്നത് പലതും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാതിരിക്കുന്നത്. Because of our ignorance, we are not able to manifest what we have received. പരിശുദ്ധാത്മ നദിക്ക് ഒരു കുറവും ചെറുപ്പവും വലിപ്പവും ഒന്നുമില്ല. As far as the Holy Spirit river is concerned, there is no difference in the measure, in the flow. ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേ? How can I make you understand? നിങ്ങൾ അടുത്ത പ്രാവശ്യം കൊല്ലത്ത് വരുമ്പോൾ Next time when you come to Kollam, നിങ്ങൾ എന്നെ കാണണം. you must come and see me. നിങ്ങളെ കൊല്ലം ബീച്ചിലോട്ട് കൊണ്ടുപോകാം. I'll take you to the Kollam beach. അപ്പം വാ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നടന്നപ്പോൾ So first time when we went walking, വെള്ളം നരിയാണിയോളം. the water was ankle deep. അമ്മ കുറച്ചുകൂടെ നടന്നപ്പോൾ After some time, വെള്ളം മുട്ടോളം. the water was knee deep. കുറച്ചുകൂടെ നടന്നപ്പോൾ After some time, വെള്ളം അരയോളം. it was waist deep. കടല് വളർന്നതാണോ നീ നടന്നതാണോ? കടല് വളർന്നിട്ടില്ല. The sea has not grown. കടൽ അങ്ങനെ തന്നെയാണ്. The sea is the same. നിന്റെ അറിവുകൾ വർദ്ധിച്ചതാണ്. But your understanding of it increased. ഇന്ന് രാത്രി തിരിച്ചറിവുകളാണ് It is your നിന്നെ റിവൈവലിൽ ഉപയോഗിക്കുന്നത്. that will cause you to be used for the ഇന്ന് revival. രാത്രി ആരോട് പരിശുദ്ധാത്മ To പറയുന്നു? someone the Holy Spirit is saying Holy tonight. Spirit is unchangeable. The Holy Spirit is unchangeable. He's same yesterday, same today, and same forever. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു. പക്ഷേ ആരുടെയോ അറിവ് വർദ്ധിക്കുന്നു. But the understanding is ആരുടെയോ increasing. നടപ്പിന്റെ ആഴം കൂടുന്നു. And as you understand it more, you will increase your ആരോട് ഞാൻ walk. പറയുന്നു, കടൽ വർദ്ധിക്കുന്നില്ല, നിന്റെ അറിവ് വർദ്ധിക്കും. When you are walking into the river, the sea is not increasing, but your understanding is increasing. പാസ്റ്റർ, ആ റിവൈവൽ മീറ്റിംഗിന് വന്നപ്പോൾ എന്റെ അഭിഷേകം വർദ്ധിച്ചു. No, നിന്റെ വെളിപ്പാട് വർദ്ധിച്ചു. Pastor, when I came for the revival meeting, my anointing increased. No, your understanding increased. Pray, pray. നിന്റെ അകത്തിരിപ്പുണ്ട്. It's there inside you. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു തെന്ന There's someone inside you who can overcome. Who നിന്റെ can turn the one അകത്തിരിപ്പുണ്ട്. upside നിന്റെ down. അകത്തിരിപ്പുണ്ട്. He's inside you. രാജ്യങ്ങളിലേക്ക് ഒഴുകേണ്ട റിവർ. The river that should flow to the. നിന്റെ അകത്തിരിപ്പുണ്ട്. It's inside you. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ As I share this word, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ ആ നദികൾ ഇങ്ങനെ കടന്ന് തിളയ്ക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ I പറ്റും. can see the river is bursting forth from within you. It is ചേർന്ന് bubbling അല്പസമയം within ദൈവത്തിന് you. നന്ദി പറഞ്ഞ് Give thanks to the Lord. Hallelujah. Hallelujah. കടൽ വർദ്ധിച്ചിട്ടില്ല. The sea has not increased. കടൽ വളർന്നിട്ടില്ല. The sea has not grown. 24 വർഷം മുമ്പ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ അന്ന് എന്റെ മേൽ വീണ അഭിഷേകം അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ അകത്തിരിപ്പുണ്ട്. പക്ഷെ എന്റെ അകത്ത് വീണ അഭിഷേകത്തെ കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചപ്പോൾ 24 years back when I was first anointed with the Holy Spirit, I have that same anointing today also. But as I grew, my understanding of it increased. അല്ലാതെ നിങ്ങൾ ആരുടെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ കൈയടിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയാതിരിക്കുമ്പോൾ ബലൂണിന്റെ കാറ്റ് കുത്തി വിടുന്ന പോലെ എന്ന് പറഞ്ഞ പോകുന്നവനല്ലേ യഹോവ. നിങ്ങളെല്ലാം കൂടെ ആരാധിക്കുമ്പോൾ ഇങ്ങനെ പെരുകി പെരുകി വരുന്നവനല്ലേ യഹോവ. അവൻ തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭ, ആൽഫ ഒമേഗ, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്തവൻ, ക്ലൈമറ്റ് ബാധിക്കാത്തവൻ, കാലാവസ്ഥ ബാധിക്കാത്തവൻ. നിനക്ക് അറിവ് കൂടിയാൽ അവിടുന്ന് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെയും അറിവ് വർദ്ധിക്കാനിടയായി തീരും. As some of you have misunderstood, when you clap your hands and worship, the anointing doesn't increase, and when you stop clapping your hands, the anointing doesn't go down like the air of a balloon. No, He is the unchangeable one. He is the Alpha and the Omega. He is
the seal. He is the seal and the deposit that is upon you. The understanding that you have, it should increase. എല്ലാറ്റിനും മേലെ ഒരേ ഒരു എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. Come on, come on. എല്ലാ നാമം പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. വായ്കൾ തുറന്ന് എല്ലാറ്റിനും മീതെ, ഓ എല്ലാറ്റിനും മേലെ ഒരേ ഒരു നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാമം പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല വായ്കൾ നാമം. തുറന്ന് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവൻ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവൻ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവൻ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ ആ മുഖത്ത് നോക്കി പറ, സുന്ദരനേ, സുന്ദരനേ, സുന്ദരനേ. സുന്ദരനേ, ഓ സുന്ദരനേ, 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 സുന്ദരനേ. ആമേൻ. 24 വർഷം മുമ്പ് ഞാൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എനിക്ക് യേശു ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന ഒരു ശക്തി. 24 years back when I went to Jesus first, he was a stranger. Someone I felt was a power who could solve my problems. 25 വർഷം കഴിഞ്ഞപ്പോൾ യേശു വളർന്നെന്നല്ല, But 24 years later, Jesus has not grown. എൻ്റെ അറിവ് വളർന്നു. But my understanding of him has grown. എൻ്റെ അറിവ് വളർന്നപ്പോൾ When my understanding increased, ഞാൻ അവനെ കാണുന്ന രീതി മാറി, the way I see him has changed. ഞങ്ങളുടെ ബന്ധം മാറി, Our relationship has ആ changed. ബന്ധത്തിൽ നിന്നുള്ള ഫ്ലോകൾ മാറാൻ തുടങ്ങി. And the flow that comes out of that relationship has changed. നിങ്ങൾ throughout. പഴയ സ്ഥലത്ത് നിൽക്കരുത്. Don't stay the old way. Go ആഴത്തിലേക്ക് പോ. Go deeper. Amen. Let it flow. Let it flow. പോകാവുന്നതിന് maximum പോ. ഈ നദി നിന്നെ മുക്കട്ടെ. Let the sea drown you, cause you to sink, immerse you. Amen. Amen. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? മടങ്ങി വരാം. Let's come back. എന്താണ് അഭിഷേകം? So what is the anointing? അഭിഷേകം എന്ന് പറയുന്നത് Anointing. നിന്നിൽ നടക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ആണ് അനോയിന്റിംഗ് എന്ന് പറയുന്നത്. Anointing is the manifested presence of the Holy Spirit within you. അത് അതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി നിന്റെ മേൽ വരും. A supernatural ability will come upon you. അതൊരിക്കലും മനുഷ്യരാൽ സംഭവിക്കുന്നതല്ല. It never happens by the origin of man. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. Jesus said it is good for you that I'm ഞാൻ going പോകാഞ്ഞാൽ away. കാര്യസ്ഥൻ വരത്തില്ല. Because if I don't go, the whole comfort ഞാൻ will not പോയി come. പിതാവിനോട് I ചോദിക്കും. will go and ask the Father. ഞാൻ പിതാവിനോട് ചോദിച്ച് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. I will ask the Father and the Spirit of truth, another comforter. I will ask him and he will send you. Anointing എന്ന് പറയുന്നത് മനുഷ്യരാൽ വന്നതല്ല, അവനിൽ നിന്നും പ്രാപിച്ചതാണ്. Anointing doesn't come from any man, it comes from him. Hallelujah.
Hallelujah. അത് നിങ്ങളിൽ എല്ലാവരും തുല്യമാണ്. And it's equal in all of you. ഹല്ലേലൂയ. Hallelujah. അത് ഒരു മിനിസ്ട്രി ടൂള് മാത്രമല്ല. It's not just a ministry tool. അനോയിന്റിംഗ് നിന്റെ മേൽ വന്നാൽ, If the anointing comes upon you, അനോയിന്റിംഗിന്റെ സ്വഭാവം നിന്റെ മേൽ വരും. the character of the anointing will be revealed in you. അനോയിന്റിംഗ് വന്നാൽ, If the anointing comes, അത് നിനക്ക് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ടൂൾ അല്ല. it's not just a tool for your ministry. അനോയിന്റിംഗ് വന്നാൽ, When the anointing comes, മിനിസ്ട്രി നടക്കുന്നതിന് മുമ്പേ before the ministry happens, നിന്നിൽ ഒരു വിശുദ്ധീകരണം നടക്കും. a holiness, a sanctification will take place within you. ആ സാങ്ക്ടിഫിക്കേഷൻ നിന്നിൽ നടത്തുന്നതാണ് ഹോളി സ്പിരിറ്റിന്റെ ആദ്യത്തെ പരിപാടി. The first work of the Holy Spirit is doing a work of sanctification inside you. നിന്നിൽ ഒരു ശുദ്ധീകരണം നടക്കും. There will be a sanctifying work that takes place within അതാണ് you. പരിശുദ്ധാത്മ നിന്നിൽ നടക്കുന്നത്. That is what the Holy Spirit does inside you. ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ When you study the Old Testament, അതിന് ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് ഓയിൽ. the element that is used for that is the oil. ഓയിൽ ഉപയോഗിച്ചേക്കാം. They may use the oil. ഓയിൽ ഒരുത്തന്റെ മേൽ വീണാൽ, If oil falls upon someone, മൂന്ന് സ്ഥലങ്ങളിൽ വളരെ സെലക്റ്റീവായ സ്ഥലങ്ങളിലാണ് ഓയിൽ വീഴുന്നത്. oil will fall only upon 3 selective ഒന്ന് places. പുരോഹിതന്റെ മേൽ വീഴും, One is upon the priest, 2 രാജാവിന്റെ മേൽ വീഴും, second is upon the king. പിന്നെ ആ ആലയത്തിനകത്ത് ഉപയോഗിക്കുന്ന ടേബിളിന്റെ മേലും അവിടുത്തെ ചില ഒബ്ജക്ട്സിന്റെ മേലും ഓയിൽ വീഴും. Then the objects that are used in the temple, whether it's the table or the other articles, the oil will be put upon that. ശ്രദ്ധിക്കുക, Listen carefully. ഇതിന്റെ മേലെ ഓയിൽ വീണാൽ If the anointing oil falls on പിന്നെ ഇതിനെ you, ബേക്കറി കൊണ്ട് വെക്കരുത്. you should then go and take this and put it in നിന്റെ a മേൽ bakery. ഓയിൽ വീണാൽ If the oil falls upon അതിന്റെ you, അർത്ഥം that means നിന്റെ ലൈഫ് ഐസൊലേറ്റഡ് ആകുക എന്നാണ്. your life is being isolated, you're being separated. ആരും മിണ്ടുന്നില്ലല്ലോ. Hallelujah. അഭിഷേകം വീണാൽ If the anointing oil falls നീ on you, ഐസൊലേറ്റഡ് ആകാൻ പോവുകയാണ്. you're getting ready to നിന്റെ get കോളേജിൽ നീ isolated. ഒറ്റപ്പെടും. In your college you will be നിന്റെ isolated. സ്കൂളിൽ നീ ഒറ്റപ്പെടും. In your school you will be നിന്റെ isolated. വില്ലേജിൽ നീ ഒറ്റപ്പെടും. In your village you will be isolated. കാര്യം you are separated for a divine purpose. കാര്യം നിങ്ങളെ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി മാറ്റി വെക്കുക. ആർക്കാ അഭിഷേകം വേണ്ട ഇന്ന് Who രാത്രി? wants the anointing tonight? ആർക്കാ ഇന്ന് രാത്രി ഇംപാർട്ടേഷൻ വേണ്ട? Who wants an impartation tonight? കാനഡയിൽ പോകുന്ന പകർച്ചയല്ല, It's not about going to Canada. ചന്ദ്രനിൽ പോകുന്ന It's പകർച്ചയല്ല, not an impartation that takes you to the ഈഫൽ moon. ടവറിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുന്ന It's പകർച്ചയല്ല. not about an impartation that makes you take a selfie before ദൈവരാജ്യ Eiffel Tower. സംബന്ധമായ അസൈൻമെന്റിന് വേണ്ടി ഇന്ത്യയിലെ 140 കോടി ജനത്തിൽ ഒരുത്തനായി ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അഭിഷേകം. An anointing that makes you say that I am being set apart from the 140 crore people so that I may carry a kingdom purpose in this nation of India. Hallelujah. Hallelujah. പഴയ നിയമം കുറച്ചുകൂടെ പ്രശ്നമാണ്. The Old Testament is a little more dangerous. പിന്നെ നിന്റെ വസ്ത്രധാരണ രീതി മാറും. Then even the way you clothe yourself has to change. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും But even when you do all this, ഈ ഓയിൽ നിന്റെ മേൽ ഒരു കാര്യം ചെയ്യും. the oil will do a work in you. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത അസാധാരണമായ കാര്യങ്ങൾ നിന്റെ അകത്തിരിക്കുന്ന ഓയിൽ The oil inside you will make you engage in extraordinary things which the ordinary people can't do. എന്തോ ഇന്ന് രാത്രി ഞാൻ ആ കാഴ്ച ഇവിടെ കാണുന്നു. Tonight I'm seeing such a sight. നീ 140 കോടിയിലെ സാധാരണക്കാരനായ ഒരുത്തനല്ല. You are not just one among the 140 crore people. നിന്റെ വീട്ടിൽ ഒരുപാട് പേർ ജനിച്ചു മരിച്ചതുപോലെ തീരേണ്ടവനല്ല നീ. You are not just one who is meant to be born and die like others in your family. ആർക്കും ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയോ Some things that no one എന്റെ can ദൈവം do. അഭിഷേകത്താൽ നിന്റെ മേൽ ഇടാൻ പോകുന്നു. God is going to put that anointing on you for that purpose. കാണാൻ നിക്കല്ലേ, കാണാൻ നിക്കല്ലേ, കാണാൻ നിക്കല്ലേ. എന്തോ ഞാൻ ഈ ദൂത് പറയുമ്പോൾ When I share this word, ഈ തൈല കൊമ്പുകൾ ചരിച്ചൊഴിക്കുന്നത് പോലെ I like the flask of oil is ഈ being turned. ഇംപാർട്ടേഷൻ സർവീസ് ദാണ്ട പുറകിലെ മകളെ തൊടുന്നു. God is touching them. ദാണ്ട ഇവിടെ ശിവന്റെ മേൽ അഭിഷേകം വീഴുന്നു. The oil is falling upon some. ആരാത് മനസ്സിലാക്കുന്നേ? Who is discerning it? വിശ്വസിക്കുന്നവർ അല്പസമയം സ്തോത്രം പറഞ്ഞു. Believe it and say thank you. മെറ്റലെ ഷാന്താല Safani andalai boria zentanamra. Rubiana meranturia zentan faila bahaulia bambasia. Ribani andalai. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന യുദ്ധങ്ങളിൽ നീ ഒരു ചെറിയ കല്ലുമായിട്ട് കയറി ചെല്ലും. എറിഞ്ഞ് താഴെയിടുന്നേ. You will take a small stone with you and enter the battlefield where everyone is afraid to enter. And with that small stone you will defeat huge enemies. ഒരിക്കൽ നീ പേടിച്ച് ഇറങ്ങിപ്പോയ കൊട്ടാരത്തിൽ ഒരു വടിയുമായിട്ട് കയറി ചെന്ന് ഫറവോന്റെ ശക്തികളെ നീ ന്യായം
നീതിക്കോ. The palace from which you went, ran away in fear, you will come back with a rod and stand boldly before Pharaoh. There's something extra. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. കാണാൻ നിൽക്കല്ലേ, കാണാൻ നിൽക്കല്ലേ. മഷാട്ടാല. എന്തോ നിന്റെ മേൽ ഇന്ന് രാത്രി വീഴുന്നു മോനെ. എന്തോ നിന്റെ മേൽ ഇന്ന് രാത്രി സംഭവിക്കുന്നു. കാണാനിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ. 2024 ഞാൻ പ്രവചിക്കുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തെ കുറിച്ചുള്ള റെവലേഷൻ നിന്നെ അഭിഷേകം വളരുന്നവല്ല. The anointing doesn't grow, എന്റെ വെളിപ്പാട് വളരുന്നവല്ല. but your revelation is growing. പ്രാപിച്ചോ, പ്രാപിച്ചോ. മെഷേ, മെഷേട്ടോ, മക്കാറ്റേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറെ ഒന്നുമില്ലേ. സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എന്റെ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എന്റെ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റാർക്കും ചെയ്യാത്തത് നീ ചെയ്യും. What no one else can do, you will do. നൂറ് പേരുള്ള ഒരു ചർച്ചിലെ ഏറ്റവും ലീസ്റ്റ് ആയിരുന്നു ഞാൻ. I was the least among 100 people in a church. പ്രസംഗിക്കാൻ അറിയാത്തവൻ, I didn't know how to preach. പ്രാർത്ഥിക്കാൻ I അറിയാത്തവൻ, didn't know how to pray. ബൈബിൾ വായിക്കാൻ I didn't അറിയാത്തവൻ. know how to read the Bible. ആമേൻ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മൊത്തം പൊട്ടിപ്പോയത്. After my 10th standard, I failed in my studies. പക്ഷെ ഞാനൊരു ശബ്ദം കേട്ടു. But I heard a voice. Anointing, അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കും. The anointing will decide matters in your life. കാര്യം അത് ബിടെക് ഡിഗ്രി പോലെയല്ല. Because it's not like a BTech അത് degree. എംടെക്കിന്റെ ഡിഗ്രി It's പോലെയല്ല. not like an MTech degree. അത് MBBS പോലെയല്ല. It's not like MBBS. നിന്റെ അകത്തിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ ഗോഡ് ഗിവൻ എബിലിറ്റി ആണ്. It is a supernatural